ട്രംപിന് കനത്ത തിരിച്ചടി. അത് US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് മാത്രമല്ല, ആ ഒരു തെരഞ്ഞെടുപ്പില് ട്രംപിന്റെ പാർട്ടി ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ 4 പേര് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇറാനെതിരെ യുദ്ധം നടത്താനുള്ള അനുമതി, യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ആണ്, അല്ലാതെ പ്രസിഡന്റോ അല്ലെങ്കിൽ ട്രംപോ നേരിട്ടല്ല. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഇറാന്റെ മേലെ അമേരിക്കൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, നിർത്തണം. എന്ന അമേരിക്കക്ക് മേലെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതാണിപ്പോ കോൺഗ്രസ് പാസാക്കിയിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത്. അതായത് 215 വോട്ടുകൾക്ക്, 208-നെതിരെ 215 വോട്ടുകൾക്കാണ് യഥാർത്ഥത്തില് ഈ പ്രമേയം പാസ്സായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പാസ്സാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ തന്നെ പാർട്ടി ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ള ആൾക്കാരടക്കം അതിനെ എതിർത്ത് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്ക് പോലും ഈ ട്രംപിന്റെ ഈ അൺപ്രഡിക്റ്റബിൾ മണ്ടൻ തീരുമാനങ്ങൾക്കെതിരെ വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ മണ്ടൻ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ട് എന്നുള്ളത് കൂടെ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പല തരത്തിലുള്ള മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള കാരണങ്ങളാണ് യഥാർത്ഥത്തില് ഇതിനകത്തുള്ളത്. ഇപ്പം ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടേതായ റീസൺസ് ഉണ്ട്. അത് കമലാ ഹാരിസ് അടക്കം ട്രംപിന് ശരിക്കും ബുദ്ധിയുണ്ടോ, ട്രംപ് ശരിക്കും മണ്ടനാണോ എന്നുള്ള ലെവലിലെ ചോദ്യം വരെ കമലാ ഹാരിസ് വരെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിസെന്റ് വോയിസ് ഇത്രയും പവർഫുൾ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയണം. പിന്നെ അമേരിക്കൻ ഡെമോക്രസിയുടെ ഒരു ബ്യൂട്ടി കൂടെ ഇതിനകത്ത് കാണാട്ടോ. അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ള ആളുകൾ തന്നെ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രമേയത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് ഭരണഘടനാപരമായ കാരണമാണ്. അതായത് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ്, പ്രസിഡന്റിനല്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് കളക്റ്റീവ് ആയിട്ടുള്ള തീരുമാനമായിരിക്കണം അത് യുദ്ധം നടത്തണോ നടത്തണ്ടേ എന്നുള്ളത്. അല്ലാതെ പ്രസിഡന്റിനുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിധേയമായി, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക്, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോവാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഈ പറയുന്ന യുദ്ധത്തിന് പോകുന്നത്. അമേരിക്കയിൽ അത്രയും ലോബിയിങ് പവർ ഉള്ള ഒരു രാജ്യമാണ് സത്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഏത് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിരുന്നാൽ കൂടെ എപ്സ്റ്റീൻ ഫയലിന്റെ ബേസിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മാഗ ക്യാമ്പിന്റെ ഒരു വിഷൻ, ഇതിനോടൊക്കെ എഗെയിൻസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത്. അപ്പോ അതിനെതിരെയുള്ള ഒരു ഡിസെന്റ് വോയിസ് ആണ് യഥാർത്ഥത്തിൽ ഈ 4 വോട്ട് എന്നുള്ളതാണ്. പിന്നെ ട്രംപ് കോൺഗ്രസിന്റെ ഔദ്യോഗിക അനുമതി ഇല്ലാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നതും ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ അനുമതി വേണം, കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. റെപ്രസെന്റേറ്റീവ്സ്, അമേരിക്കയിലെ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് യുദ്ധം വേണോ വേണ്ടേ എന്നുള്ളത്. അല്ലാതെ ട്രംപ് ഞാൻ നരകമാക്കും, ഞാൻ മറ്റതാക്കും, മറിച്ചതാക്കും എന്ന് പറയുന്ന പരിപാടിയല്ല. പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അമേരിക്ക ഫസ്റ്റ് വിഭാഗക്കാർ വിദേശ യുദ്ധങ്ങളിൽ അമേരിക്ക കൂടുതൽ ഇടപെടരുത് എന്നതാണ് വിശ്വസിക്കുന്നത്. അതായത് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്ന സമയത്ത് ഇതുപോലെ വേറെ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുക, ഇത്തരം കോൺഫ്ലിക്റ്റുകളിൽ ഇടപെടുക പോലെയുള്ള പരിപാടികളൊക്കെ ട്രംപ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്, വേറെ രാജ്യങ്ങളിൽ ഡെമോക്രസി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഡെമോക്രസി പൂത്തുലയ്ക്കാൻ വേണ്ടിയിട്ട് ട്രംപും അമേരിക്കയിൽ നടത്തുന്ന അമേരിക്കയുടെ ഫണ്ടിങ് നിർത്തിയിട്ട് അമേരിക്കക്കാർക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും ഗുണകരമാവുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കുക. ഇതായിരുന്നു മാഗ ക്യാമ്പ് മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ആ ഒരു വിഭാഗക്കാരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എഗെയിൻസ്റ്റ് ആണ്. എത്രയോ ലക്ഷം കോടി ഡോളറാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കൊണ്ടുപോയി മൊത്തത്തിൽ കത്തിച്ച് കളഞ്ഞേക്കുന്നത്. ലിറ്ററലി ഇത് പറയുന്ന ആൾക്കാർ മരിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഈ പടക്കം മുറിഞ്ഞ് പൊട്ടിക്കുന്ന പോലത്തെ പരിപാടി തന്നെയാണല്ലോ. പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാശ് ചെലവാക്കുന്നത്. അപ്പോ പക്ഷെ അതിനെ അമേരിക്കയിലെ ആളുകളുടെ വെൽത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും ട്രംപിന്റെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ അതിനനുകൂലിച്ച് വോട്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് തോമസ് മാസി,
വാരൻ ഡേവിഡ്സൺ തുടങ്ങിയ ആൾക്കാർ, ഇപ്പൊ ഇവരൊക്കെ കുറച്ചും കൂടെ വോക്കലായിട്ട് വോയിസ് റൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരാണ്. ഇനി യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ധനവില, സർക്കാർ ചെലവ്, ജനപിന്തുണ എന്നിവയെ ബാധിക്കുമെന്ന ആശങ്ക. അഫ്കോഴ്സ് മിഡ് ടേം എലക്ഷൻ വരാൻ പോവാണ്. ആ മിഡ് ടേം എലക്ഷനിൽ മിക്കവാറും നല്ല തിരിച്ചടി ജനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് ഓയിൽ പ്രൈസ് കൂടി, അതേപോലെ തന്നെ സാധനങ്ങളുടെ വില കൂടി, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ, സ്റ്റോക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നാളെ തന്നെ ഈ യുദ്ധം നിർത്തി കഴിഞ്ഞു, ഹോർമൂസ് സാധാരണ പോലെ തന്നെയായി, അതിലൂടെ എണ്ണ ഒഴുകാൻ തുടങ്ങി എന്ന് വിചാരിച്ച് പെട്ടെന്ന് ആൾ ഓഫ് എ സഡൻ ഈ എണ്ണ വില കുറയോ? ഒരിക്കലും കുറയത്തില്ല. ഇത് വർഷങ്ങൾ എടുക്കും ഇത് ശരിയാവാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 100 ദിവസം നടന്നിട്ടുള്ള വാറ് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള എണ്ണ, ആ എണ്ണയിൽ കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം നികത്തുന്നത് വരെ ഈ പ്രൈസ് ഹൈക്ക് ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ആ കമ്പനികളുടെ ആ നഷ്ടം നികത്തി അത് ലാഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മിക്കവാറും ഈ ഓയിൽ പ്രൈസ് കുറയുക. അപ്പൊ ഇനിയിപ്പോ യുദ്ധം നിർത്തിയാലും എന്തില്ല, രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുണ്ടെങ്കിലോ, അപ്പൊ കൂടുതൽ കയോട്ടിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ തന്നെ മാക്സിമം 28-18 രൂപയോളം കൂട്ടിയാൽ മാത്രമേ കമ്പനികൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കമ്പനികൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് പലതരത്തിലുള്ള സെസ്സും ടാക്സും ഒക്കെ ആയിട്ട് നമ്മൾ ഏകദേശം 10-60 രൂപയോളം നമ്മൾ ടാക്സ് മാത്രമായിട്ട് അടക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ 10-20 രൂപയും കൂടെ കൂടി വരിക എന്ന് പറയുന്നത് നമ്മളുടെ മേലെ വരുന്ന ഓവർ ബേർഡൻ ആണ്. അമേരിക്കയില് ഈ പറയുന്ന ജീവിക്കാനുള്ള ജീവിത ചെലവ് കൂടുതലുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പെട്രോളിന്റെ ഹൈക്ക് എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബാധിക്കും. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരടക്കം ഈ പ്രമേയത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പൊതുജനങ്ങളിൽ യുദ്ധവിരുദ്ധ വികാരം വർദ്ധിക്കുന്നതും ചില അംഗങ്ങളെ സ്വാധീനിച്ചു. വിരുദ്ധ വികാരം എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ മാത്രമല്ല, അവിടുത്തെ വെറ്ററൻസിലും ഉണ്ട്. വെറ്ററൻ എന്ന് പറയുന്നത് പൊതുജനം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ, അതായത് മുന്നേ പ്രൗഡായിട്ട് അമേരിക്കൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അടക്കം ആ വികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ അതിനൊക്കെ പുല്ലുവില കൊടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാന് മേലെയുള്ള ഇപ്പോഴത്തെ ഈ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ വിധത്തില് പല തരത്തിലുള്ള തിരിച്ചടികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രമേയം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോ ഈ പ്രമേയം പാസ്സാക്കി എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന അമേരിക്കൻ സൈന്യത്തിന് ഈ പറയുന്ന ഇറാന് മേലുള്ള അറ്റാക്കിൽ നിന്നോ, അല്ലെങ്കിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ബ്ലോക്കേഡിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ലിറ്ററലി ഇല്ല. അതായത് ഹൗസ് പാസ്സാക്കിയത് കൊണ്ട് മാത്രം അതൊരു നിയമമാവില്ല. പകരം സെനറ്റിലും കൂടെ ഇത് പാസ്സാവണം, സെനറ്റിലും നടപടികൾ വേണം. ഇനിയിപ്പോ സെനറ്റിൽ നടപടികൾ വന്നാലും ട്രംപിന് വീറ്റോ അധികാരമുണ്ട്. അപ്പൊ ആ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രസിഡന്റിന് വീറ്റോ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ ഇപ്പൊ ഇത് കുറച്ച് പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അമേരിക്കൻ കോൺഗ്രസില് യഥാർത്ഥത്തിൽ കനത്ത തിരിച്ചടി ട്രംപിന് കിട്ടി എന്നുള്ളതാണ്. അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വോട്ടൊഴുകിപ്പോയി അതിനെ എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അനുകൂലിക്കുന്ന രീതിയിൽ വോട്ട് വരിക എന്ന് പറയുന്ന കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഒരേ സമയം ഇത് അമേരിക്കൻ ഡെമോക്രസിയുടെ ഒരു ബ്യൂട്ടി ആണെന്നും കൂടെ വേണം പറയാൻ എന്നുള്ളതാണ്.